നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കൗണ്ട് ഡൗണിൽ നമുക്ക് കോഴിക്കോട് ജില്ല പരിശോധിക്കാം. വാസ്തവത്തിൽ UDFന് ഇക്കുറി ഏറ്റവും അധികം പ്രതീക്ഷയുള്ള ജില്ലകളിൽ ഒന്ന് കോഴിക്കോടാണ്. മലപ്പുറം ഏതാണ്ട് തൂത്തുവാരും എന്നുറപ്പാണ്. പിന്നീട് ഏറ്റവും കൂടുതൽ സാധ്യത UDF പ്രതീക്ഷിക്കുന്നത് കോഴിക്കോട് തന്നെ. അതിന് കാരണമുണ്ട്. ആഭ്യന്തരമായി അവർക്കവിടെ പ്രശ്നങ്ങളൊന്നുമില്ല. DCC പ്രസിഡന്റ് പ്രവീണും KPCC ജനറൽ സെക്രട്ടറി ജയന്തും MK രാഘവനുമൊക്കെ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. ഒപ്പം പാലക്കാട് നിന്ന് വടകരയിലേക്ക് MP ആയി എത്തിയ ഷാഫി കൂടിയതോടെ കോഴിക്കോടിൻ്റെ അടിത്തറ അടിമുടി മാറി. ഓർക്കണം, മറ്റ് ജില്ലകൾ പോലല്ല കോഴിക്കോട്. UDFൻ്റെ നല്ല കാലം അവസാനിച്ചിട്ട് നാളുകളായി. CPMൻ്റെ കൈപ്പിടിയിലേക്ക് മാറിയിരുന്നു കോഴിക്കോട്. ബേപ്പൂരിൽ വന്ന് മത്സരിച്ച MLA മന്ത്രിയായ മുഹമ്മദ് റിയാസിൻ്റെ കൈകളിലേക്ക് കോഴിക്കോടിന് നിയന്ത്രണം പോയി. കുറച്ചൊക്കെ ജനപിന്തുണ ഉണ്ടായിരുന്ന പ്രദീപ് കുമാറിനെ നേരെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് കൊണ്ടുപോയി കിച്ചൺ ക്യാബിനറ്റിലിരുത്തി. അങ്ങനെ CPMൽ ഒരു പ്രതിസന്ധി രൂപപ്പെട്ടിരിക്കുകയാണ്. ആ പ്രതിസന്ധി ഘട്ടത്തിലാണ് മറുവശത്ത് കോൺഗ്രസ് 0-ൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുന്നത്. അതിശക്തമായ അടിത്തറയിട്ട് കോൺഗ്രസ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയത് അസാധാരണമായ നേട്ടമാണ്. കേവലം 64 വോട്ടിനാണ് കോഴിക്കോട് കോർപ്പറേഷന്റെ ഭരണം നഷ്ടപ്പെട്ടത്. വെറുതെ പറയുന്നതല്ല, വിശ്വസിക്കുക. 9 വോട്ടിനും 16 വോട്ടിനും 17 വോട്ടിനും 21 വോട്ടിനും 4 സീറ്റുകൾ നഷ്ടപ്പെട്ടു. കേവലം 64 വോട്ട്. ആ 4 സീറ്റുകൾ കൂടി ജയിച്ചിരുന്നെങ്കിൽ കോഴിക്കോട് കോർപ്പറേഷന്റെ ഭരണം കോൺഗ്രസിനാവുമായിരുന്നു. മാത്രമല്ല, ജില്ലാ പഞ്ചായത്ത് ചരിത്രത്തിൽ ആദ്യമായി ജില്ലാ പഞ്ചായത്ത് പിടിച്ചു. 4 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 7-ൽ 4 നഗരസഭകൾ, 70-ൽ 40 ഗ്രാമപഞ്ചായത്തുകൾ ഒക്കെ UDF പിടിച്ചെടുത്തു. CPM ആധിപത്യം സ്ഥാപിക്കാൻ തുടങ്ങിയതിനു ശേഷം കോൺഗ്രസിന്റെ ചരിത്രത്തിൽ കോഴിക്കോട് നേടിയ ഏറ്റവും വലിയ വിജയമായിരുന്നു ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ. അതുകൊണ്ട് തന്നെ ആഞ്ഞു പിടിച്ചാൽ ഏലത്തൂരടക്കം 13 സീറ്റും കിട്ടും എന്ന് പോലും ചില കോൺഗ്രസ് നേതാക്കൾ കണക്കാക്കുന്നു. 13-ന് ഇപ്പോൾ കോഴിക്കോട് UDFന് ആകെപ്പാടെയുള്ളത് 2 സീറ്റാണ്. കൊടുവള്ളിയിൽ ലീഗ് നേടി, വടകരയിൽ KK രമ നേടി. കോൺഗ്രസിന് ഒരു സീറ്റ് പോലും ഇല്ല എന്ന് ഓർക്കണം. അങ്ങനെ ഒരു സീറ്റ് പോലും ഇല്ലാത്ത 13 സീറ്റുകളുള്ള കോഴിക്കോട് കുറഞ്ഞത് 8 സീറ്റാണ് കോൺഗ്രസ് പാർട്ടി കണക്ക് കൂട്ടുന്നത്. അതായത് UDFനുള്ള 2 സീറ്റ് അത് ഏതാണ്ട് 4 ഇരട്ടിയാക്കി കൂട്ടി 8 സീറ്റാക്കാൻ അവർ പദ്ധതിയിട്ടിരിക്കുന്നു. വളരെ ശ്രദ്ധേയമായ രീതിയിലാണ്. ഒരു കാര്യം കൂടി പറയട്ടെ, കോഴിക്കോട് സ്ഥാനാർത്ഥി നിർണയവും പൂർത്തിയായിരിക്കുന്നു. മറ്റു പലയിടങ്ങളിലും അടിപിടി കൂടുമ്പോൾ ഇവിടെ ഏതാണ്ട് സെറ്റായിരിക്കുകയാണ്. ഒന്നും പറഞ്ഞ ഏലത്തൂര് ഘടകകക്ഷിക്ക് കൊടുക്കുന്നവർക്ക് കിട്ടാത്ത സീറ്റാണ് നമ്മുടെ ശശീന്ദ്രന്റെ സീറ്റ്. ഏതാണ്ട് 40,000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ശശീന്ദ്രൻ ജയിച്ചത്. ഇനി ആ സീറ്റ് കിട്ടിയാൽ അവിടെ നിർത്തുന്ന സ്ഥാനാർത്ഥിയെ പോലും തീരുമാനിച്ചിരിക്കുന്നു. അത്ര ശ്രദ്ധേയമായ രീതിയിലാണ് കോഴിക്കോട് മുന്നേറുന്നത്. കോഴിക്കോട് നോർത്ത് മത്സരിക്കുന്നത് K ജയന്ത് ആയിരിക്കും. KPCC ജനറൽ സെക്രട്ടറിയാണ്. KSUവിന്റെ യൂത്ത് കോൺഗ്രസിന്റെ ഒക്കെ മുൻ ജില്ലാ പ്രസിഡന്റാണ്. പിന്നീട് ദീർഘകാലം കോൺഗ്രസുമായി ബന്ധപ്പെട്ട് നിന്ന് ഇടയ്ക്കൊരു ഇടവേള ഉണ്ടായെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ കുറെ കാലമായി സജീവമായി എല്ലാ പ്രവർത്തനങ്ങൾക്കും, പ്രത്യേകിച്ച് സുധാകരൻ ചുമതലയേറ്റതിനു ശേഷം എല്ലാ പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്ന മിടുമിടുക്കനാണ് ജയന്ത് കോഴിക്കോട് നോർത്തിൽ മത്സരിച്ചാൽ ജയിക്കുമെന്ന ആത്മവിശ്വാസം KPCC നേതൃത്വത്തിനുണ്ട്. കോഴിക്കോട് സൗത്ത് ലീഗിന്റെയാണ്. കോഴിക്കോട് സൗത്തിന്റെ കാര്യത്തിൽ തീരുമാനമുണ്ടായിട്ടില്ല. നിലവിൽ ഏറ്റവും വലിയ ബാലികേറമലയായിരിക്കുന്നത് 38,502 വോട്ടിന് AK ശശീന്ദ്രൻ ജയിച്ച ഏലത്തൂരും 22,592 വോട്ടിന് TP രാമകൃഷ്ണൻ ജയിച്ച പേരാമ്പ്രയും 20,372 വോട്ടിന് KM സച്ചിൻ ദേവ് ജയിച്ച ബാലുശ്ശേരിയും 28,747 വോട്ടിന് PM മുഹമ്മദ് റിയാസ് ജയിച്ച ബേപ്പൂരുമാണ്. ഈ 4 മണ്ഡലങ്ങളൊഴികെ ബാക്കി 9 മണ്ഡലവും വിജയം സുനിശ്ചിതമാണ് എന്നാണ് പറയുന്നത്. ഈ 4 മണ്ഡലങ്ങളിൽ പോലും അവർ സർജിക്കൽ സ്ട്രൈക്കിന് ഒരുങ്ങുന്നുണ്ട്. ഉദാഹരണത്തിന് 28,747 വോട്ടിന് മുഹമ്മദ് റിയാസ് ജയിച്ച ബേപ്പൂരിൽ അൻവറെ കൊണ്ടു നിർത്തിയാൽ അത്ഭുതം സംഭവിക്കും എന്ന് വിശ്വസിക്കുന്നവരേറെയാണ്. അൻവറോട് എനിക്ക് വ്യക്തിപരമായി എതിർപ്പുണ്ടെങ്കിലും ഒരു കാര്യം പറയാതിരിക്കാൻ നിവർത്തിയില്ല. ബേപ്പൂരിൽ അൻവറിന് വലിയ സാധ്യതയാണ്. കാരണം പിണറായിസത്തിന്റെ ഒരു പ്രതീകമാണ് പിണറായിയുടെ മരുമകൻ. അവിടെ മുസ്ലിം ജനതയ്ക്കിടയിൽ വലിയ ജനപ്രീതിയുള്ള ആളാണ് അൻവർ. എന്ത് കാര്യങ്ങളും എന്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും മുസ്ലിം ജനതയുടെ ഒരു സൂപ്പർ ഹീറോയാണ് അൻവർ. ആ അൻവറിന് ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ പറ്റുന്നത് ബേപ്പൂരായിരിക്കും. ബേപ്പൂര് അൻവർ ജയിച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ല. എന്ന് വെച്ചാൽ 13-ൽ 10 സീറ്റ് നേടാവുന്ന സാഹചര്യം ഉണ്ടാവുന്നു. ബാലുശ്ശേരിയിൽ കഴിഞ്ഞ തവണ UDFന് സ്ഥാനാർത്ഥി ഒന്നുമില്ലായിരുന്നു. ധർമ്മജൻ ബോൾഗാട്ടിയെ കൊണ്ട് നിർത്തുക ചെയ്തു. ഇക്കുറി പക്ഷെ അങ്ങനല്ല. KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് സൂരജിനെ നേരത്തെ തന്നെ ബാലുശ്ശേരി ഉറപ്പാക്കിയിട്ടുണ്ട്. സൂരജ് അവിടെ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്.
അവിടെയും അട്ടിമറിക്ക് സാധ്യതയുണ്ട് എന്നാണ് ചില ആളുകൾ പറഞ്ഞത്. ഓർക്കണം, ഈ സാധ്യത കുറഞ്ഞ ഇടങ്ങളിൽ കാര്യമാണ് ഞാൻ പറയുന്നത്. ആർക്കും വേണ്ടാത്ത ഏലത്തൂർ കിട്ടിയാൽ അവിടെ വിദ്യാ ബാലകൃഷ്ണനെ നിർത്തും എന്നും കോൺഗ്രസ് വൃത്തങ്ങൾ സൂചന നൽകുന്നുണ്ട്. ബാക്കി സീറ്റുകളിലേക്ക് പോവുക. പിന്നെ രണ്ടാമത്തെ ഒരു സീറ്റ് കൊയിലാണ്ടിയാണ്. കൊയിലാണ്ടിയിൽ നിർത്തുന്ന DCC പ്രസിഡന്റ് പ്രവീൺ കുമാറാണ്. പ്രവീൺ കുമാറിന് ജയിക്കാൻ വളരെ എളുപ്പമാണെന്ന് പറയുന്നു. കൊയിലാണ്ടിയിൽ 8472 വോട്ടിനാണ് കാനത്തിൽ ജമീല അവർ മരിച്ചുപോയി. അവിടെ വളരെ എളുപ്പത്തിൽ കൊയിലാണ്ടി പിടിക്കാൻ കഴിയും എന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഒരു നാദാപുരമാണ്. EK വിജയൻ വെറും 4035 വോട്ടിനാണ് ജയിച്ചത്. EK വിജയൻ, CPIയുടെ EK വിജയൻ. ഈ നാദാപുരം ഇക്കുറി KM അഭിജിത്തിനെ നിർത്തി മത്സരിപ്പിക്കാൻ ശ്രമിക്കുന്നു. KSUവിന്റെ നേതാവായിരുന്നു അഭിജിത്തിനെ നമുക്കറിയാം. യൂത്ത് കോൺഗ്രസിന്റെ KSUവിന്റെ ഒക്കെ നേതാവാണ്. അഭിജിത്തിനെ ഇത് വലിയ എളുപ്പത്തിൽ മറികടക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണ് കോൺഗ്രസ് മുമ്പോട്ട് പോകുന്നതെങ്കിൽ ബാക്കി സീറ്റുകളിൽ ലീഗ് വിജയിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ്. കോഴിക്കോട് സൗത്തിലെ അഹമ്മദ് ദേവർഗൽ 12459 വോട്ടിനാണ് ജയിച്ചത്. ലീഗ് ഇക്കുറി ആത്മവിശ്വാസത്തിലാണ്. വടകരയിൽ KK രമ 7491 വോട്ടിനാണ് ജയിച്ചത്. ഇക്കുറി അത് 10,000-നപ്പുറത്തേക്ക് മാറ്റുമെന്ന് പറയുന്നു. കുറ്റ്യാടിയിൽ CPMന്റെ KP കുഞ്ഞഹമ്മദ് കുട്ടി 333 വോട്ടിനാണ് ജയിച്ചത്. അവർ വലിയ ഭൂരിപക്ഷത്തിൽ ലീഗ് അവിടെ ജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പേരാമ്പ്ര TP രാമകൃഷ്ണൻ 22,592-നാണ്. അത് മറികടക്കാൻ കഴിയുമെന്ന് വിശ്വാസം UDFനുണ്ട്. കൊടുവള്ളിയിൽ 6,344 വോട്ടിനാണ് മുനീർ ജയിച്ചത്. ആരോഗ്യ കാരണങ്ങൾ മുനീർ മാറി നിൽക്കുമെന്ന് പറയുന്നവരുണ്ട്. പക്ഷേ ലീഗ് ആ സീറ്റ് വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന പ്രതീക്ഷയിലാണ്. തിരുവമ്പാടിയിൽ 4,643 അത് വെച്ച് മാറ്റത്തിനൊരു ശ്രമം നടത്തുന്നുണ്ട്. അവിടെയും ലീഗ് ജയിക്കുമെന്ന് ആത്മവിശ്വാസം ലീഗിനുണ്ട്. അത് കോൺഗ്രസ് ചോദിക്കുന്നുണ്ട്, ആ സീറ്റ് തരുമോന്ന്. കിട്ടിയാൽ ലീഗിന് മറ്റൊരു സീറ്റ് കൊടുക്കേണ്ടി വരുമായിരിക്കും. കുന്നമംഗലത്ത് PT റഹീം 10,276 വോട്ടിനാണ് ജയിച്ചത്. അവിടെയും വിജയം പ്രതീക്ഷിക്കുന്നു. എന്ന് വെച്ചാൽ ലീഗും കോൺഗ്രസും ആകെയുള്ള 13 സീറ്റിൽ ഒരു 10 സീറ്റെങ്കിലും നേടുമെന്ന ആത്മവിശ്വാസത്തിലാണ് ഇക്കുറി. ഇപ്പോഴത്തെ സാഹചര്യവും സൂചനയും അനുസരിച്ച് 10-ന് മുകളിൽ പോയാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല. കോൺഗ്രസിന് ഏറ്റവും അധികം പ്രതീക്ഷയുള്ള ജില്ലയായി കോഴിക്കോട് മാറുന്നു. കോഴിക്കോട് എല്ലാവരും ഒരുമിച്ച് ചേർന്നുള്ള പോരാട്ടമാണ്. ആ പോരാട്ടത്തിന്റെ ഫലം തന്നെയാണ് UDF പ്രതീക്ഷിക്കുന്നത്. കോഴിക്കോട് കോർപ്പറേഷനിൽ BJP അവരുടെ സീറ്റ് എണ്ണം വർദ്ധിപ്പിച്ചെങ്കിലും നിയമസഭയിൽ ഒരു സീറ്റ് നേടാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് അവർ വളർന്നിട്ടില്ല. BJP കൂടുതൽ വോട്ട് പിടിക്കുന്നത് തീർച്ചയായും CPMന് ദോഷമാവുകയും UDFന് ഗുണമാവുകയും ചെയ്യും എന്ന് തന്നെയാണ് വിലയിരുത്തുന്നത്.